Hello dear friends and students, welcome to our YouTube channel TECHNOZZ. എൻ്റെ പേര് ആരതി. ആദ്യം തന്നെ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഫെനിക്സ് അക്കാഡമി എന്ന ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും TECHNOZZ എന്ന ഞങ്ങളുടെ ചാനലിനെ കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്ന കണ്ടന്റ് കറൻ്റ്ലി ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സിവിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും കൂടാതെ +2 കഴിഞ്ഞ് ബിടെക് ഇൻ സിവിലും ഡിപ്ലോമ ഇൻ സിവിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കറിയാം ബിടെക് എന്നത് ഒരു 4 വർഷ കോഴ്സാണ്. സെമസ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ 8 സെമസ്റ്റർ അടങ്ങിയ കോഴ്സാണ്. അതുപോലെ ഡിപ്ലോമ എന്നത് 3 ഇയർ കോഴ്സാണ്, 6 സെമസ്റ്റർ അടങ്ങിയ കോഴ്സ്. അപ്പോൾ ബിടെക്കിൻ്റെ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ലാസ്റ്റ് സെമസ്റ്റർ വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ സബ്ജക്റ്റും ഏതൊക്കെയാണെന്നും ഈ ഓരോ സബ്ജക്റ്റുകളുടെയും പ്രാധാന്യം എന്താണെന്നും ബിടെക് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീടുള്ള ടെക്നിക്കൽ എക്സാംസിനും അതുപോലെ തന്നെ ജോബ് റിക്രൂട്ട്മെൻറ്റ്സിനും ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്നും വെയിറ്റേജ് എന്താണെന്നുമുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ടൈമിൽ നമ്മൾ പഠിക്കുന്നത് അതത് സെമസ്റ്റർ എക്സാമുകൾ പാസ്സാകാനും അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങാനും വേണ്ടിയിട്ടാണ്. മറിച്ച് ആ ഓരോ സബ്ജക്റ്റിൻ്റെയും പിന്നീടുള്ള ഇമ്പോർട്ടൻസ്, അതായത് ടെക്നിക്കൽ എക്സാംസിനാണെങ്കിലും ജോബ് ഫീൽഡിലാണെങ്കിലും പിന്നീടുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അല്ല നമ്മൾ ആ കരിക്കുലം ടൈമിൽ, അക്കാഡമിക് കരിക്കുലം ടൈമിൽ പഠിച്ചു പോകുന്നത്. ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യം ജോബ് തന്നെയായിരിക്കും, ജോബ് അന്വേഷണത്തിലായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. ജോബ് കൂടാതെ ഹയർ എഡ്യൂക്കേഷനുമാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ജോബ് എക്സാമിൻ്റെ കാര്യത്തിൽ, ജോബിന് വേണ്ടിയിട്ടുള്ള എക്സാമിൻ്റെ കാര്യത്തിനാണെങ്കിലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സാമിൻ്റെ കാര്യത്തിനാണെങ്കിലും നമ്മൾ ഈ ബിടെക് ടൈമിൽ അല്ലെങ്കിൽ ഡിപ്ലോമ ടൈമിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് ആ എക്സാമിന് ചോദിക്കുന്നത്. അതായത് ആ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മൾ പഠിക്കുന്ന എന്ത് കാര്യമാണോ ആ കാര്യങ്ങൾ തന്നെയാണ് പിന്നീടുള്ള എക്സാമിനും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഓരോ സെമസ്റ്ററിലും ഓരോ സെമസ്റ്റർ അനുസരിച്ച് പല സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓരോ സബ്ജക്റ്റുകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ, ഈ ടൈമിൽ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീടുള്ള നമ്മുടെ എഫേർട്ട് കുറയ്ക്കാനും അതത് എക്സാമുകൾക്ക് സക്സസ് ആവാനും സാധ്യതകരമാകും. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യമെന്നും പറയുന്നത് ഈ പ്രസൻറ്റ് കണ്ടീഷൻ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജോബ് സാധ്യതകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ ഡിപ്ലോമയുടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ സബ്ജക്റ്റുകളിലോട്ടൊന്ന് നോക്കാം. ഏതൊരു കോഴ്സാണെങ്കിലും ആ കോഴ്സിൻ്റെ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകളായിരിക്കും അവരുടെ കരിക്കുലത്തിൽ ഫസ്റ്റ് ഇയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് എടുത്താലും ബേസിക് ആയിട്ടുള്ള കുറേ കോമൺ സബ്ജക്ട്സ് ഉണ്ട്, ഫസ്റ്റ് ഇയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഡീൽ ചെയ്യുന്നത്, പഠിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഓരോ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരടിസ്ഥാനപരമായ സബ്ജക്റ്റാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ന്യൂക്ലിയർ എഞ്ചിനീയറിങ്ങിൻ്റെയും പെട്രോളിയം എഞ്ചിനീയറിങ്ങിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും തുടങ്ങിയ ബ്രാഞ്ചുകളുടെ എല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നത്. അതായത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ എഞ്ചിനീയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇഫ് യു നോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് യു ആർ ഓൾമോസ്റ്റ് ആൻ എഞ്ചിനീയർ. ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ അണ്ടറിൽ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ള സ്റ്റഡിയാണ് മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത്.
നമ്മൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 ഫിസിക്സ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറിലും ഡിപ്ലോമയിലുമൊക്കെ ഫിസിക്സ് എന്ന സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫിസിക്സിൻ്റെ തന്നെ ഫണ്ടമെൻ്റൽ ബ്രാഞ്ചാണ് മെക്കാനിക്സ് എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മെക്കാനിക്സ് എന്നത് റെസ്റ്റിലിരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മോഷനിലിരിക്കുന്നതാണെങ്കിലും ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ നമുക്ക് അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില ലോസ് ആവാം, പ്രിൻസിപ്പിൾസ് ആവാം, ചില ടേംസ് ആവാം, ചില ഇക്വേഷൻസ് ആവാം, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അപ്പം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും എന്നത്. ഇനി ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ പഠിക്കുന്നു, നമുക്ക് സെമസ്റ്റർ എക്സാം നമ്മൾ പാസ്സാവുന്നു. അതുകൂടാതെ നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് എംടെക്കിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പോകണമെങ്കിൽ ഗേറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഈ ഗേറ്റ് എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിലും അതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. എന്നാൽ അതിൻ്റെ വെയിറ്റേജ് താരതമ്യേന മറ്റുള്ള സബ്ജക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാൽ പോലും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഗേറ്റ് എക്സാമിനും ചോദിക്കാറുണ്ട്. ഇനി ഗേറ്റ് എക്സാം പോട്ടെ, മറ്റുള്ള ടെക്നിക്കൽ എക്സാമുകൾ നമുക്കെടുക്കാം. കേരള PSC നടത്തുന്ന എക്സാമുകളാണെങ്കിലും അല്ലെങ്കിൽ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമുകളാണെങ്കിലും ആ എക്സാമിൻ്റെ സിലബസ് എടുത്താലും അതിലുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ തന്നെ കൂടുതലും തിയററ്റിക്കൽ ആയിട്ടുള്ള കുറേ പാർട്സുകളുണ്ട്, കുറേ ടോപ്പിക്സുകളുണ്ട്. അപ്പോൾ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഈ എക്സാമുകൾക്ക്, ടെക്നിക്കൽ എക്സാമുകൾക്ക് ചോദിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിടെക് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു എഞ്ചിനീയർ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. നമ്മുടെ സിവിലിന് മാത്രമല്ല മറ്റുള്ള ബ്രാഞ്ചസിനും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഏതൊരു സബ്ജക്റ്റും പഠിക്കാൻ കോളേജിൽ നിന്ന് ലെക്ചർ ക്ലാസ്സസ് കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ പല സബ്ജക്റ്റുകൾക്കും നമുക്കൊരു റെഫറൻസ് ബുക്കിൻ്റെ ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു റെഫറൻസ് ബുക്ക് കൂടി ഉള്ളത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ 1-2 റെഫറൻസ് ബുക്കുകൾ ഞാൻ പറയാം. SS ഭവിക്കട്ടിയുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ സിംഗറിൻ്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന റെഫറൻസ് ബുക്കും അവൈലബിൾ ആണ്. നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് റെഫറൻസിനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് ഈ 2 ടെക്സ്റ്റുകൾ. ഇനി നമ്മുടെ കേരളത്തിലെ ബിടെക് സ്റ്റുഡൻസ് പൊതുവെ നമ്മളുടെ എക്സാമിന്, സെമസ്റ്റർ എക്സാമിന് വേണ്ടി റെഫർ ചെയ്യുന്നത് ബെഞ്ചമിൻ സാറിൻ്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ബോത്ത് തിയററ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ പാർട്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ബെഞ്ചമിൻ സാറിൻ്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. കൂടുതൽ പേരും റെഫർ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇനി നമുക്കൊരു റെഫറൻസ് ബുക്കായി. ഇനി കൂടാതെ ചില കാര്യങ്ങൾക്ക് നമുക്ക് പഠിക്കണമെങ്കിൽ ചില ഡെമോൺസ്ട്രേഷനിലൂടെ വേണം, അല്ലെങ്കിൽ ചില വീഡിയോസ് നമുക്ക് സഹായമായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് NPTEL വീഡിയോസ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്, ബേസിക് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ കൂടുതലും കോമൺ ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോകേണ്ട കുറേ സബ്ജക്റ്റുകളാണ്. ഇനി അടുത്ത ഇയറിലോട്ട് നമുക്ക് നോക്കാം. അതായത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ബേസിക്കായിട്ട് വേണ്ട അടുത്തൊരു സബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ പോലെ സിവിലിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആൻഡ് കൺസെപ്ച്വൽ സബ്ജക്റ്റാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നത്. അതിനെ തന്നെ മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സും എന്നും പറയാറുണ്ട്. ഇനി ഇത് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ മാത്രമല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനും ഈ സബ്ജക്റ്റ് ഉണ്ട്. അവർക്കതിനെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സോളിഡ്സിൻ്റെ മെക്കാനിക്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായകരമായ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. കാരണം എന്നാൽ മെറ്റീരിയൽസിൻ്റെ സ്റ്റഡി കാര്യങ്ങളാണ്.
അപ്പോൾ മെറ്റീരിയൽസ്, അപ്പോൾ നമുക്ക് ചുറ്റിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒട്ടനവധി മെറ്റീരിയൽസാണുള്ളത്. അപ്പോൾ ആ ഓരോ മെറ്റീരിയൽസും നമുക്ക് അതത് പർപ്പസുകൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം തന്നെ പറയാം. നമുക്ക് നമ്മുടെ മനസ്സിൽ സിവിൽ എന്ന് കേൾക്കുമ്പോഴേ ആദ്യം മനസ്സിൽ വരുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഒക്കെയാണ്. അപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എടുത്താലും ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, കോൺക്രീറ്റ് ആവാം, റീഇൻഫോഴ്സ്മെൻ്റ് ആവാം. അപ്പം അതൊക്കെ എന്താണെന്ന് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മെറ്റീരിയലുകൾ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ലോഡ് എങ്ങനെയാണ് അത് എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എഗെയിൻസ്റ്റ് ലോഡ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന സബ്ജക്റ്റിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Anything that is found in civil engineering can be explained with some aspects of mechanics. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ എന്ത് കാര്യം എടുത്താലും നമുക്ക് മെക്കാനിക്സിൻ്റെ ചില ആസ്പെക്റ്റുകൾ വെച്ചിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നു, അടുത്ത ഇയർ ആകുമ്പോഴത്തേക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഈ രണ്ട് സബ്ജക്റ്റും സിവിലുകാരുടെയും അതുപോലെ തന്നെ മെക്കാനിക്കൽ ബ്രാഞ്ചസിൻ്റെയും ഒക്കെ അടിസ്ഥാനമായ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. ഈ രണ്ട് സബ്ജക്റ്റിലൂടെ നിങ്ങൾ പഠിക്കുന്ന കുറേ ടേംസ്, കുറേ ഇക്വേഷൻസ്, ലോസ്, പ്രിൻസിപ്പിൾസ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും ഇനി വരും സെമസ്റ്ററുകളിലോട്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. വരും സെമസ്റ്ററുകളിലെ സബ്ജക്റ്റുകൾ ഇന്ന കാര്യങ്ങൾ പറയും. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ പഠിച്ചതാണെന്നേ പറയുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ രണ്ട് സബ്ജക്റ്റുകളുടെയും ഇമ്പോർട്ടൻസ്. ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും. തിമോഷെങ്കോയുടെ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ബിയർ ആൻഡ് ജോൺസന്റെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. പൊതുവേ ബിടെക് സ്റ്റുഡൻസ് ബെൻസാലിൻ്റെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ സെമസ്റ്റർ എക്സാമുകൾക്ക് വേണ്ടി റെഫർ ചെയ്യാറുള്ളത്, പൊതുവെ കണ്ടുവരുന്നത്. നമുക്കറിയാം ഗേറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നത്. കൂടുതലും ന്യൂമറിക്കൽ പാർട്സ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഒട്ടനവധി ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കുന്നുണ്ട്, കുറേ ലോസും പ്രിൻസിപ്പിൾസും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് ചോദിച്ചു വരാറുണ്ട്. കൂടാതെ ടെക്നിക്കൽ എക്സാമുകൾ എടുത്താലും നമ്മുടെ കേരള PSCയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാമുകളൊക്കെ എടുത്താലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് ഒരു ഭാഗം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് ഒരു പാർട്ടോളം ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സെക്കൻഡ് ഇയറിൽ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കൂടാതെ മറ്റൊരു ബേസിക് സബ്ജക്റ്റ് കൂടി പഠിക്കുന്നുണ്ട്. സിവിലിൻ്റെ മാത്രമല്ല മെക്കാനിക്കലിൻ്റെയും കൂടിയായ ബേസിക് സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നത്. അപ്പോൾ ആ പേരിൽ നിന്നുണ്ട് എന്താണ് ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്സ് ആണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു സോളിഡ് മെക്കാനിക്സ് ആണെന്ന് പറഞ്ഞു, സോളിഡിൻ്റെ മെക്കാനിക്സ് ആണ്. ഇപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്സ്. നമുക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഫ്ലോ ആണ്. അതൊന്നെങ്കിൽ ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം. കോമൺലി ഈ രണ്ട് ഫ്ലൂയിഡുകളാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും കാര്യമാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സും ഫിസിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ഏതൊരു ഫിസിക്കൽ ലോ എടുത്താലും അത് ഗവേൺ ചെയ്യുന്നത് ഫ്ലൂയിഡിൻ്റെ കാര്യമായിരിക്കാം, ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കാര്യമായിരിക്കാം, അതിൻ്റെ കോസ്, അതിൻ്റെ എഫക്ട്സ് തുടങ്ങിയുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഈ യൂണിവേഴ്സിലെ കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ ഓഫ് ബ്ലഡിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഇൻ പൈപ്പ്സിൻ്റെ കാര്യം എടുക്കാം, എയർക്രാഫ്റ്റിൻ്റെ ലോഞ്ചിങ് എടുക്കാം, സബ്മറൈൻസിൻ്റെ കാര്യം എടുക്കാം. അങ്ങനെ വരുന്ന കാര്യങ്ങൾ നോക്കിയാലും അതെല്ലാം ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആയി റിലേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കുറേ ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. എല്ലാത്തിനെയും റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ മേഖലകളിലും അല്ലെങ്കിൽ ഓരോ ഫീൽഡിലും അല്ലെങ്കിൽ ഓരോ കേസസ് എടുത്താലും ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ആണ് ആപ്ലിക്കേഷൻ ലെവലാണ് ഓരോ എക്സാമ്പിൾസും. അപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ.
ഓരോ ഫീൽഡിലേക്കും നമ്മളിനി ജോബിനായിട്ട് പോകുമ്പോഴും അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ആദ്യം നമുക്കറിയേണ്ടത്. അപ്പം അത്തരത്തിൽ ഫ്ലൂയിഡുമായി റിലേറ്റ് ചെയ്ത ബേസിക് പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സിവിലിൻ്റെ മാത്രമല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് കൂടാതെ നിങ്ങൾക്ക് ഫ്ലൂയിഡ് മെഷീൻസിനെ കുറിച്ചും കൂടി പഠിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് വർക്കിംഗ് ആയിട്ടുള്ള മെഷീൻസിനെ കുറിച്ച് പമ്പുകളാണെങ്കിലും ടർബൈനുകളാണെങ്കിലും തുടങ്ങിയിട്ടുള്ള ഫ്ലൂയിഡ് മെഷീനെ കുറിച്ചും ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പാർട്ട് 1 എന്നും പാർട്ട് 2 എന്നും ഉൾപ്പെടുത്തി 2 സെമസ്റ്ററിലായിട്ടാണ് നിങ്ങൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ റഫറൻസ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ 2-3 റഫറൻസ് ബുക്കുകൾ ഞാൻ പറയാം. മോഡി ആൻഡ് സേത്തിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെഷീൻസ് എന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ജെയിൻ എക്കയുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സും ഉണ്ട്. ഇനി പൊതുവെ ബിടെക് സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്നത് ബെൻസാൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണത്. ഇനി ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഏതൊക്കെ എക്സാമുകൾക്ക് ചോദിക്കാം? ഗേറ്റ് എക്സാമിൻ്റെ കാര്യം എടുത്താലും ഗേറ്റിൻ്റെ സിലബസിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇൻക്ലൂഡഡ് ആണ്. വെയിറ്റേജ് കുറവാണെന്നോ കൂടുതലാണെന്നോ പറയാൻ പറ്റില്ല, മീഡിയം ലെവലിലാണ്. പക്ഷേ പൊതുവെ ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. കാരണം അത്രയും വലിയൊരു ടോപ്പിക്കുള്ള വലിയൊരു സിലബസാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള നമ്മുടെ ടെക്നിക്കൽ എക്സാമ്പിൾ, അതായത് നമ്മുടെ കേരള PSC ഒക്കെ എടുത്താലും ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കുറേ തിയററ്റിക്കൽ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സും നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻജിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ഫ്ലൂയിഡ് മെക്കാനിക്സും ഈ 3 സബ്ജക്റ്റും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റുകളാണ് ഈ പറഞ്ഞ 3 എണ്ണം. ഇനി നമുക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ചില ഓൺ സബ്ജക്റ്റുകളിലോട്ട് നോക്കാം. സിവിലിന് സ്പെഷ്യലായിട്ട് നമ്മളിനി പഠിച്ചു തുടങ്ങേണ്ട സബ്ജക്റ്റുകളാണ്, സിവിലിൻ്റെ മാത്രമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളിൽ ഒന്നാണ് ബിൽഡിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജീസും. സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ എന്ന് കേൾക്കുമ്പോഴേ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ വെച്ചാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി തീരണമെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മളൊരു സിവിൽ എഞ്ചിനീയർ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എന്തൊക്കെ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ബിൽഡിംഗ് മെറ്റീരിയലുകൾ എന്തൊക്കെ നമുക്ക് ചുറ്റിനും അവൈലബിൾ ആണ്, ഓരോ മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടീസ് എന്താണ്, ബിഹേവിയർ എന്താണ്, ആ ഓരോ മെറ്റീരിയലും ലോഡ് അപ്ലൈ ചെയ്താൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് എല്ലാം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും. ഇനി ഈ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ആ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ വർക്കിംഗ് പ്രൊസീജിയർ എന്താണ്, അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയറിന് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റുകൾ നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ BTech പാസ്സായി ഗ്രാജുവേറ്റായി ഇറങ്ങി ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് ജോലിക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കുറേ അവരുടേതായിട്ടുള്ള കുറേ വർക്കിംഗ് പ്രൊസീജിയേഴ്സ് നമുക്ക് കാണാം, ക്വാളിറ്റി മെയിൻ്റെനൻസ് കാണാം, അവിടെ നടക്കുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്രോസസ്സുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ട് ജോലിക്ക് കയറുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നതെന്നും ആ ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ക്വാളിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയുള്ള കാര്യങ്ങൾ, പിന്നെ അവിടെ ചെയ്യുന്ന വർക്കിംഗ് പ്രൊസീജിയർ കറക്റ്റാണോ, കറക്റ്റ് സീക്വൻസിൽ തന്നെയാണോ ആ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് നമ്മളുടെ ഈ കരിക്കുലത്തിൽ, അക്കാഡമിക് കരിക്കുലത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ തിയററ്റിക്കലായിട്ട് പഠിക്കുന്ന കാര്യമാണ് പ്രാക്ടിക്കൽ ഫീൽഡിൽ നിങ്ങളിനി കാണാൻ പോകുന്നത്.
അപ്പം നമ്മുടെ മനസ്സിൽ തിയററ്റിക്കലി പഠിച്ച ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ ഒരു പ്രോസസ്സ് കാര്യം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ മെറ്റീരിയലൊക്കെ ക്വാളിറ്റി നല്ലതാണോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഫീൽഡുകളെല്ലാം നിങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സ് ഒരു സൈറ്റിൽ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത്. അപ്പം തിയററ്റിക്കലായിട്ട് ഈ തരത്തിലുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആ ജോബ് ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ്. ഇനി നമ്മുടെ എക്സാമുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരള PSC എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യം, അതായത് ഓവർസിയർ പോലുള്ള എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിങ്ങിന് അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഓവർസിയർ പോലുള്ള എക്സാമുകൾക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വെയിറ്റേജ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ എക്സാമുകൾ പാസ്സാവണമെങ്കിൽ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിനെയും കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെയും കൺസ്ട്രക്ഷൻ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് ഇതാണ്. ഇനി ഈ സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള റെഫറൻസ് ബുക്കുകൾ ഞാൻ പറയാം. കൺസ്ട്രക്ഷൻ ടെക്നോളജി ആണെങ്കിൽ MS ഷെട്ടിയുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന റെഫറൻസ് ബുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഡഗലിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ തന്നെ അടുത്തൊരു സബ്ജക്റ്റിലോട്ട് നോക്കാം. അടുത്ത് നിങ്ങൾ പഠിക്കാനുള്ളത് ഈ സെക്കൻഡ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് സർവേയിങ് എന്ന്. ഡിപ്ലോമക്കാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഡിപ്ലോമയുടെ ആണെന്ന് തോന്നുന്നു. കൂടുതലും സർവേയിങ് റിലേറ്റ് ചെയ്തിട്ടാണ് അവരുടെ സെമസ്റ്ററുകൾ പോകുന്നത്. നമ്മുടെ ബിടെക്കിനാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഇയറിൽ സർവേയിങ് ഉണ്ട്. സർവേയിങ് തന്നെ കേരള യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്കാർക്ക് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന പേരിലാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സർവേയിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊരു സിവിൽ എഞ്ചിനീയർ ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സർവേയിങ് എന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആണെങ്കിലും എർത്തിൻ്റെ സർഫസിന് എബോവ് ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആണെങ്കിലും എർത്തിൻ്റെ സർഫസിന് ബിലോ ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആണെങ്കിലും റിലേറ്റീവ് പൊസിഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് സർവേയിങ് എന്നത്. ഇനി ഒരു എഞ്ചിനീയർ സർവേയർ അല്ലെങ്കിൽ ഒരു സർവേയുടെ ഡ്യൂട്ടീസ് എന്നാണ്. ഒരു സർവേയർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സർവേയിങ് ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് സർവേയിങ് പ്രൊസീജിയേഴ്സ്, സർവേയിങ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് സർവേയറിന് ഒരു സർട്ടൺ ഏരിയ ഓഫ് ലാൻഡ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതെവിടെയാണെന്ന് പറയാൻ പറ്റും, അതെങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റും. ഇവിടെ സർവേയറിന് ലാൻഡ് മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ എയർവേസ് മെഷർ ചെയ്യാൻ പറ്റും, വാട്ടർ വേസ് മെഷർ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളുടെയും മെഷർമെൻറ്റും അതിന് റിലേറ്റ് ചെയ്ത കാൽക്കുലേഷൻസും സർവേയിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലൂടെ അല്ലെങ്കിൽ സർവേയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സിവിൽ എഞ്ചിനീയർ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് സർവേയിങ്. സർവേയിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ കാര്യം എടുത്താലും ഇനിഷ്യലി കുറേ പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്. അപ്പം നമുക്കൊരു സർട്ടൺ ഏരിയ ഓഫ് ലാൻഡ്, ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബൗണ്ടറി തിരിക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് ലൈൻസ് പോയിൻറ്റ്സ് എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സെറ്റിംഗ് ഔട്ട് പോലുള്ള കുറേ ടെക്നിക്കൽ ടേംസ് ഇതിൽ പഠിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നത് സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അറിഞ്ഞിരുന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രയോജനം എന്നത്. സിവിലുകാർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം തന്നെയാണ് സർവേയിങ് എന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ സർവേയിങ്, കുറേ സെറ്റിംഗ് ഔട്ട്, ലെവലിംഗ് പോലുള്ള സർവേയിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രൊസീജിയർ എങ്ങനെയാണ്, അതൊക്കെ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്നത്. അപ്പോൾ സർവേയിങ്ങിൻ്റെ എഞ്ചിനീയറിംഗ് സർവേയിൻ്റെ റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് എടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പുണ്യ BCയുടെ സർവേയിങ് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. കൂടാതെ ഡഗലിൻ്റെ സർവേയിങ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഉണ്ട്.
ഇനി നമ്മൾ ഈ സർവേയിൽ ബേസിക് മെഷർമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കുമെന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ സർവേയിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ ലെവൽ, അതായത് ടെക്നോളജീസ്, പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണ്, നമ്മുടെ ആ ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആകാനായിട്ടുള്ള ടെക്നോളജീസും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റിലൂടെ. GPS, GIS, റിമോട്ട് സെൻസിങ് പോലുള്ള പല ടെക്നിക്കുകളും എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിൻ്റെയും GISൻ്റെയും ആണെങ്കിൽ ബേസിക്സ് ഓഫ് റിമോട്ട് സെൻസിങ് ആൻഡ് GISൻ്റെ കുമാറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്, നമുക്ക് റെഫറൻസിനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സർവേയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ടെക്നിക്കൽ എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരള PSC എക്സാമിൽ സർവേയിങ്ങിന്, എഞ്ചിനീയറിംഗ് സർവേയുടെ വെയിറ്റേജ് വളരെ കൂടുതൽ തന്നെയാണെന്ന് നമുക്ക് പറയാം. സർവേയിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ഈ എക്സാമുകൾക്ക് പൊതുവെ ചോദിച്ചു വരുന്നതാണ്. ഇനി ഗേറ്റ് എക്സാമിൻ്റെ കാര്യം എടുത്താലും ഗേറ്റിൻ്റെ എക്സാം സിലബസിൽ എഞ്ചിനീയറിംഗ് സർവേയിങ് ഉണ്ട്. വെയിറ്റേജ് ആവറേജ് ലെവലിലാണ് എഞ്ചിനീയറിംഗ് സർവേയിങ്ങിൻ്റെ വെയിറ്റേജും. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് തന്നെ ലെങ്തി ആയിട്ടല്ല, ഈസി ആയിട്ട് ഷോർട്ട് കട്ടിലൂടെ ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ നമുക്ക് മനസ്സിലായാൽ മാത്രമേ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന തന്നെ സബ്ജക്റ്റുകളാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് സിവിലിൻ്റെ കോർ സബ്ജക്റ്റ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. കോർ സബ്ജക്റ്റിലോട്ട് പോകാം. അപ്പോൾ സിവിൽ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ബിൽഡിംഗ് ആണ് മനസ്സിൽ വരുന്നത്. ആ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ സിവിലിൻ്റെ കോർ സബ്ജക്റ്റാണ് സ്ട്രക്ചറൽ അനാലിസിസ് എന്നത്. ഓക്കെ, നമ്മളുടെ ചുറ്റിനും ഒരുപാട് സ്ട്രക്ചറുകളുണ്ട്, അല്ലെങ്കിൽ പല കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു വസ്തുതയെ സ്ട്രക്ചർ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സ്ട്രക്ചർ എന്ന് പറയാം, ഒരു ഫാബ്രിക് സ്ട്രക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രക്ചർ എന്നൊക്കെ പറയാം, ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് സ്ട്രക്ചർ. അപ്പോൾ പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ സ്ട്രക്ചർ എന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഫോർവേഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് തന്നെ പല പാർട്ടുകളായിട്ടും സ്ട്രക്ചറൽ അനാലിസിസ് പാർട്ട് 1, 2, 3 ആയിട്ടും 3 സെമസ്റ്ററുകളായിട്ടാണ് നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റിക്ക് ആ തേർഡ് പാർട്ട് അഡ്വാൻസ്ഡ് സ്ട്രക്ചർ അനാലിസിസ് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സ്ട്രക്ചർ അനാലിസിസ് പാർട്ട് 3 എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിലൊരു ത്രെറ്റ് വന്നാൽ ആ ബിൽഡിംഗ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയണം. എന്നാൽ മാത്രമേ ബാക്കി കൺസ്ട്രക്ഷൻ പ്രോസസ്സ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ബിൽഡിങ്ങിൽ ത്രെറ്റ് വന്നാൽ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് ഈ പറഞ്ഞ നമുക്ക് പഠിക്കാനുള്ള ഫോർവേഡ് സ്ട്രക്ചറൽ അനാലിസിസ് എന്നത്. ഇനി ഫോർവേഡിനെ കൂടാതെ ഇൻവേഴ്സ് സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്. ഇൻവേഴ്സ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ബിൽഡിംഗ് എടുത്താൽ അതിൻ്റെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അനാലിസിസ് പ്രോസസ്സാണ്. അത് നമുക്ക് നമ്മുടെ കരിക്കുലത്തിൽ പഠിക്കാനില്ല, നമുക്ക് ഫോർവേഡ് സ്ട്രക്ചറൽ അനാലിസിസ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഒരു ബിൽഡിംഗ് മേക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽഡ് ചെയ്യണമെങ്കിൽ ടു ബിൽഡ് എ ബിൽഡിംഗ് ആദ്യം നമുക്ക് വേണ്ടത് പ്ലാനിങ് ആണ്. ഇത് ആർക്കിടെക്ചറൽ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള സ്റ്റെപ്പാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു മോഡൽ റെഡിയാവും. അപ്പോൾ ഒരു മോഡൽ റെഡി ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. അപ്പോൾ നമ്മൾ മോഡൽ ചെയ്ത് വെച്ചേക്കുന്ന ആ വസ്തുത അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഫീസിബിൾ ആണോ എന്നുള്ളത് സ്റ്റഡി നടത്തണം. ആ ഫീസിബിലിറ്റി സ്റ്റഡിയും കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ അനാലിസിസ് ചെയ്യാൻ പറ്റൂ. അതായത് അടുത്ത പ്രോസസ്സ് എന്താണ്? അനാലിസിസ് ആണ്. അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിൽ എന്തൊക്കെ ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഫക്ട്സുകളാണ് അതിനുണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഫോഴ്സുകൾ അവിടെ ഉണ്ടാവുന്നു എന്നതിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത്. ആ അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യാം, ആ മെത്തേഡുകളിലൂടെ എങ്ങനെയാണ് അത് അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ അനാലിസിസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പിന്നീട് ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് ഡിസൈൻ ചെയ്തിട്ടാണ് ആ ഓരോ സ്ട്രക്ചറിൻ്റെ ഡയമെൻഷനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഡ്രോയിങ്ങും എല്ലാം പിന്നീട് വരുന്ന പ്രോസസ്സുകളാണ്.
ഇനി ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, എക്സിക്യൂഷൻ ചെയ്യാം. അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഫൈനൽ സ്ട്രക്ചർ നിങ്ങളുടെ മുന്നിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ബിൽഡിംഗ് മേക്ക് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് പ്രോസസ്സാണ് ഞാനും പറഞ്ഞത്. ഈ സീക്വൻസ് ഓഫ് പ്രോസസ്സിലെ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് മെയിൻലി അറിഞ്ഞിരിക്കേണ്ട അനാലിസിസ് പ്രൊസീജിയേഴ്സ്, സ്ട്രക്ചർ അനാലിസിസ് മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ മെത്തേഡുകളുടെയും ആപ്ലിക്കേഷൻ ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഓരോ മെത്തേഡിൻ്റെയും അഡ്വാൻറ്റേജ് എന്താണ്, ഏത് മെത്തേഡ് വേണം ഓരോ സ്ട്രക്ചർ ഞാൻ അനാലിസിസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. ഇനി ഈ സ്ട്രക്ചർ അനാലിസിൻ്റെ റെഫറൻസ് ബുക്കുകൾ ഞാൻ പറയാം, 2-3 റെഫറൻസ് ബുക്കുകൾ പറയാം. രാമാമൃതത്തിൻ്റെ സ്ട്രക്ചർ അനാലിസിസ് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ഭവിക്കട്ടിയുടെ സ്ട്രക്ചർ അനാലിസിസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഹിബ്ലറിൻ്റെ സ്ട്രക്ചർ അനാലിസിസ് ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. പൊതുവേ ബിടെക് സ്റ്റുഡൻസ് ഭവിക്കട്ടിയുടെ സ്ട്രക്ചർ അനാലിസിസ് ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യുന്നത്, കണ്ടുവരുന്നത്. ഇനി ഈ സ്ട്രക്ചർ അനാലിസിൻ്റെ ഇമ്പോർട്ടൻസ്, ഗേറ്റ് എക്സാമിൻ്റെ കാര്യം എടുത്താലും ഗേറ്റിൻ്റെ സിലബസിലുള്ള ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് സ്ട്രക്ചർ അനാലിസിസ്. എന്നാൽ സ്ട്രക്ചർ അനാലിസിസിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. തിയററ്റിക്കൽ പോർഷൻസും ഉണ്ട്, അതോടൊപ്പം തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ലെങ്തി ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത ആൻസർ കിട്ടാനുള്ള ആ ഒരു പോസിബിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് സ്ട്രക്ചർ അനാലിസിസ് പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ്. സ്റ്റുഡൻസ് ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ മിസ്സാക്കും ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക്. എന്നാൽ അതിൻ്റെ ഈസി ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. തിയററ്റിക്കലായിട്ടും ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കേരള PSC എടുത്താലും കേരള PSCയുടെ മെയിൻലി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാമിന് സ്ട്രക്ചർ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ സ്ട്രക്ചർ അനാലിസിൻ്റെ പല മെത്തേഡുകൾ, ആ ഓരോ മെത്തേഡുകളുടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ളതും മെത്തേഡുകളിലൂടെ എന്തൊക്കെ കണ്ടുപിടിക്കുന്നു, ആ മെത്തേഡ് എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഈ എക്സാമുകൾക്കും ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സിവിലിൻ്റെ കോർ സബ്ജക്റ്റാണ് സ്ട്രക്ചർ അനാലിസിസ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അതായത് നിങ്ങളിനി ബിടെക് കഴിഞ്ഞിട്ട് ഇനി MTech സെലക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ MTechന് സ്ട്രക്ചർ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമാണ് നമ്മൾ ഈ ബിടെക് കരിക്കുലത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകുക. ഓക്കെ, അടുത്തത് നമുക്കിനി അടുത്ത സെമസ്റ്ററിലോട്ട് പോകാം. അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ പല ബ്രാഞ്ചസ് എന്ന് പറയാവുന്ന സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കുന്നുണ്ടാവില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ MTechന് പോകുമ്പോഴോ PhD എടുക്കുമ്പോഴൊക്കെയാണ് ഓരോ ബ്രാഞ്ചിനെയും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ബിടെക് സിലബസിൽ കരിക്കുലത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സബ്ജക്റ്റാണ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചായ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ്. അപ്പോൾ ഈ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ നിങ്ങളുടെ സിലബസിൽ 2 പാർട്ടായിട്ട് 2 സെമസ്റ്ററിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 1ഉം ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 2ഉം. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 1ൽ സോയിൽ മെക്കാനിക്സും പാർട്ട് 2ൽ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലിൻ്റെയും അതുപോലെ തന്നെ റോക്കിൻ്റെയും ഒക്കെ സ്റ്റഡിയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിൽഡിങ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എവിടെയാണ്? എർത്തിലാണ്, അപ്പം സോയിലാണ്. അപ്പോൾ ഈ എർത്തൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോയിൽ റോക്ക് പോലുള്ള എർത്തൻ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ബിഹേവിയർ, ലോഡ് അപ്ലൈ ചെയ്താൽ അതെങ്ങനെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ അനാലിസിസും ഡിസൈനും കാര്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു എർത്തൻ സ്ട്രക്ചറിൻ്റെ അനാലിസിസ് ഡിസൈനും അതുപോലെ തന്നെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസുമാണ് മെയിൻലി ജിയോടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിലൂടെ ബിടെക് സ്റ്റുഡൻസ് പഠിക്കുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യൽ കുറേ സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ തന്നെ ഒരു പാർട്ടാണ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സോയിൽ സ്റ്റഡി എന്നുള്ള കാര്യങ്ങൾ. അപ്പം ബിൽഡിംഗ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ബിൽഡിങ്ങിനിടയിലുള്ള സോയിലിൻ്റെ ഫുൾ സ്റ്റഡി നമുക്ക് ആദ്യം തന്നെ നടത്തണം. ഈ സോയിൽ ഈ ഒരു ബിൽഡിങ്ങിനെ അവിടെ താങ്ങി നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അടിയിലുള്ള ഫൗണ്ടേഷൻ എങ്ങനെ വേണം എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോയിലിൻ്റെ സ്റ്റഡി അനിവാര്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ടോപ്പിക്സാണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിലൂടെ നിങ്ങൾ പഠിക്കുന്നതും. കൂടാതെ
ആദ്യം ഒരു സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാനും എർത്തിലുണ്ടാകുന്ന പ്രഷേഴ്സിൻ്റെ അനാലിസിസ് എങ്ങനെ ചെയ്യണം, ഡിസൈൻ എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും ഫൗണ്ടേഷനുകളെക്കുറിച്ചും കൂടാതെ നമുക്ക് ഹ്യൂമന് എന്തൊക്കെ റിസ്ക് ആണ് അവിടെ വരുന്നതെന്നുള്ള റിസ്ക് അസസ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് അണ്ടറിൽ വരും. പിന്നെ മറ്റുള്ള ഫീൽഡുകളായ ഓഷ്യൻ എഞ്ചിനീയറിങ്ങിലും കോസ്റ്റൽ എഞ്ചിനീയറിങ്ങിലും ഒക്കെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ പല പല ബ്രാഞ്ചസ് പല ടോപ്പിക്സ് കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് സോയിൽ മെക്കാനിക്സും ഫൗണ്ടേഷൻ എഞ്ചിനീയറിങ്ങുമാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത്. ഇനി GTയുടെ റെഫറൻസ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറോറയുടെ സോയിൽ മെക്കാനിക്സ് ആൻഡ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് മെയിൻലി ബിടെക് സ്റ്റുഡൻസ് റെഫർ ചെയ്യുന്നത്. കൂടാതെ ഒട്ടനവധി വേറെ ടെക്സ്റ്റുകളുണ്ട്. വെങ്കിട്ടരാമയുടെ GTയുടെ ടെക്സ്റ്റുകളുണ്ട്. കൂടാതെ ഗോപാൽ രഞ്ജൻ ആൻഡ് റാവുയുടെ ബേസിക് ആൻഡ് അപ്ലൈഡ് സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇനിയുള്ള എക്സാമുകൾക്ക് കേരള PSCയുടെ എക്സാം എടുത്തു കഴിഞ്ഞാൽ, കേരള PSCയുടെ എക്സാം സിലബസ് എടുത്തു കഴിഞ്ഞാൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ്. കൂടാതെ എക്സാമിൻ്റെ ചോദ്യങ്ങളിൽ കൂടുതലും ചോദിച്ചു കണ്ടുവരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി ഗേറ്റിൻ്റെ സിലബസ് എടുത്താൽ ഗേറ്റിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ വെയിറ്റേജ് ഗേറ്റ് എക്സാമിന് കൂടുതലാണ്. നമ്മൾ സെലക്ട് ചെയ്ത വെയിറ്റേജ് കൂടി 2-3 സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് പോയാൽ ഗേറ്റ് എക്സാം ഈസി ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിൽ ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് സെമസ്റ്റർ എക്സാം പാസ്സാവുക മാത്രമല്ല ഇത്തരത്തിലുള്ള ടെക്നിക്കൽ എക്സാമിന് യൂസ്ഫുൾ ആണ് എന്ന് ഓർക്കുക. ഇനി നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന് തന്നെ അടുത്ത ബ്രാഞ്ചായ GT പോലുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള അടുത്തൊരു ബ്രാഞ്ചായ സബ്ജക്റ്റിലോട്ട് നോക്കാം. അതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന്. നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിലിയൻസിൻ്റെ ആപ്ലിക്കേഷൻ്റെ എഞ്ചിനീയറിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് പല ഇൻഫ്രാസ്ട്രക്ചർ ടെക്നിക്സിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യേണ്ടത്. ആ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുകിൽ ഒരു ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ഹൈവേ ആവാം, എയർപോർട്ട് ആവാം, ബ്രിഡ്ജസ് ആവാം, കനാൽസ് ആവാം തുടങ്ങിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സിലൂടെ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കുകയാണ് സിവിൽ എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടി എന്ന്. അപ്പോൾ അതിലൊരു ഇൻഫ്രാസ്ട്രക്ചറായ ഹൈവേയുടെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെയാണ് സ്റ്റഡിയാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്താനായിട്ട് കാരണം എന്നത്. അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുമ്പം ഒന്നെങ്കിൽ റോഡ് വേസ് ആവാം, അല്ലെങ്കിൽ എയർവേസ് ആവാം, അല്ലെങ്കിൽ വാട്ടർ വേസ് ആവാം. അപ്പം റോഡിൻ്റെ ആണെങ്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്, റെയിൽവേ എഞ്ചിനീയറിംഗ്, എയർപോർട്ട് എഞ്ചിനീയറിംഗ്, ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയുള്ള മേഖലകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ സിലബസ് തിരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സേഫ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ പ്ലാനിങ്, ഡിസൈൻ, ഓപ്പറേഷൻ, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലൂടെ ഡീൽ ചെയ്യുന്നത്. ആ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റോഡ്വേസ് ആവാം, റെയിൽവേസ് ആവാം, എയർവേസ് ആവാം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഈ ഓരോ ഫീൽഡിലേക്കും നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അതൊക്കെ നമുക്ക് ബിടെക് സിലബസ് പഠിക്കേണ്ടി വന്നത്. നിങ്ങളുടെ സിവിലുകാരുടെ മേഖലകൾ തന്നെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പം റോഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ റോഡ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഡിസൈൻ ചെയ്യുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റെയിൽവേയുടെ ആണെങ്കിൽ റെയിൽവേയുടെ ഡിസൈൻ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയുള്ള ഡിസൈൻ പാരാമീറ്റേഴ്സ്, ഡിസൈൻ ക്രൈറ്റീരിയസും വർക്കിംഗ് പ്രൊസീജിയേഴ്സും ആപ്ലിക്കേഷൻ ലെവലും മെയിൻ്റനൻസും കാര്യങ്ങളുമാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ റെഫറൻസ് ബുക്കുകൾ കന്ന ആൻഡ് ജസ്റ്റുവിൻ്റെ ഹൈവേ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. കടിയാലിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഹൈവേ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. അറോറ ആൻഡ് സക്സീനയുടെ എയർപോർട്ട് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ റെയിൽവേ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫറൻസിനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഇനി ഗേറ്റിൻ്റെ സിലബസ് എടുത്താലും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ GTA പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടിയ ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും. വെയിറ്റേജ് താരതമ്യേന മാർക്ക് കൂടുതലാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് കൂടുതൽ ചോദ്യം ചോദിച്ചു വരുന്നുണ്ട്. ഇനി കേരള PSC എടുത്താലും അത്യാവശ്യം നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ഹൈവേയും റെയിൽവേ എയർപോർട്ട് ഹാർബറും നമുക്കറിയാമെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാ എക്സാമുകൾക്കും വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റ് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു GTയും ട്രാൻസ്പോർട്ടേഷനെയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്, വാസ്റ്റ് ബ്രാഞ്ചാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ BTech സിലബസിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് തന്നെ 2 പാർട്ടായിട്ട് നിങ്ങൾക്ക് തിരിച്ചിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1 ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 2M 2 സെമസ്റ്ററിലായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങും അതുപോലെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിങ്ങുമാണ് ഈ 2 പാർട്ടിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പം പല പ്രിൻസിപ്പിൾസും ടെക്നോളജിയും വെച്ചിട്ട് എങ്ങനെ നമുക്ക് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നമ്മുടെ എക്കോസിസ്റ്റം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് സ്റ്റഡി ചെയ്യണം, എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ആവശ്യങ്ങൾക്ക് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ആ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് ആ വാട്ടറിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് ഡ്രിങ്ക് ചെയ്യാനായിട്ട് സഹായകരം എങ്ങനെ ആക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള വാട്ടർ ക്വാളിറ്റിയും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളുമാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1 നിങ്ങൾ പഠിക്കുന്നത്. ഇനി നമുക്ക് എന്ത് കാര്യത്തിനും കുറേ സ്റ്റാൻഡേർഡുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് IS സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വാട്ടറിൻ്റെ തന്നെ IS സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ പല ക്രൈറ്റീരിയാസ്, ഓരോ വാട്ടറിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ കണ്ടൻറ്റും എങ്ങനെയാണ് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് നമ്മുടെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വാട്ടറിനെ ടെസ്റ്റ് ചെയ്ത് ആ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പാർട്ട് 2 വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ സിസ്റ്റം, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. വേസ്റ്റ് വാട്ടറിനെ എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം, സേഫായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ ആ വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാവൂ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പാർട്ട് 2 നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ സിവിലിൻ്റെ തന്നെ മേഖലയാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗും. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതിൻ്റെ ക്രൈറ്റീരിയസ്, അതിൻ്റെ IS സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ ലാബ് ടെസ്റ്റുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ, വർക്കിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം ഈ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ റെഫറൻസ് ബുക്കായിട്ട് കോമൺലി പൊതുവെ SK ഗാർഗിൻ്റെ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് 2 പാർട്ട് അവൈലബിൾ ആണ്. ആ ടെക്സ്റ്റ് തന്നെയാണ് നമുക്ക് റെഫറൻസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ എളുപ്പകരമായിട്ടുള്ള റെഫറൻസ് ബുക്ക് തന്നെയാണ് ഗാർഗിൻ്റെ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. ഇനി ഈ എൻവയോൺമെൻറ്റിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അത് കൂടാതെ ഒട്ടനവധി ഫീൽഡുകൾ വേറെ ഉണ്ട്. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. കൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കും എൻവയോൺമെൻറ്റലിൽ ഒരു പോർഷൻസ് പഠിക്കാനുണ്ട്. അവരുടെ മെഷീൻസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ള തുടങ്ങിയുള്ള കാര്യങ്ങൾക്കും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ പല ടോപ്പിക്സ് പല ഫീൽഡുകളിലായിട്ട് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാൻ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗും വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗുമാണ് ഉള്ളത്. ഇനി അടുത്ത സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് എന്നത്. അപ്പം ആ പേരിൽ തന്നെയുണ്ട് വാട്ടർ റിസോഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള വാട്ടർ റിസോഴ്സുകൾ എന്തൊക്കെയാണ്, ഓരോ വാട്ടർ റിസോഴ്സിൻ്റെയും ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്, വാട്ടർ റിസോഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് വാട്ടർ എടുക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെ ആയിരിക്കണം, എന്തൊക്കെ പ്രോസസ്സുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ 2 കാര്യങ്ങൾ, അതായത് ഹൈഡ്രോളജിയും അതുപോലെ ഇറിഗേഷനുമാണ് പഠിക്കാനുള്ളത്.
ഹൈഡ്രോളജി എന്ന് പറയുമ്പോൾ മെയിൻലി വാട്ടർ സൈക്കിൾ, അതായത് ഹൈഡ്രോളജി സൈക്കിളും റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ റിസോഴ്സിൻ്റെ കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ക്രോപ്പിന് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്ന കുറേ മെത്തേഡുകൾ, ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ക്രോപ്പിന് വാട്ടർ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ വാട്ടർ റിസോഴ്സിനെ എങ്ങനെ പ്രിസർവ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്കറിയണം. അപ്പോൾ ഈ ഹൈഡ്രോളജിയിൽ തന്നെ വാട്ടർ റിസോഴ്സിന് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്, സർക്കുലേഷൻ, സ്റ്റോറേജ് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റാണ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് എന്നത്. പുന്മിയുടെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. കൂടാതെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് വാട്ടർ പവർ എഞ്ചിനീയറിംഗ് എന്ന ടെക്സ്റ്റ് ബുക്കും പുന്മിയ BC എന്ന് പറയുന്ന ഓതറിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. കൂടാതെ മോഡിയുടെ ഇറിഗേഷൻ ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. സുബ്രഹ്മണ്യൻ്റെ വാട്ടർ റിസോഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നമുക്ക് റെഫറൻസിനായിട്ട് എടുക്കുന്നത് എളുപ്പകരം എന്ന് പറയുന്നത്. ഇനി ഈ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൻ്റെ, അതായത് ഹൈഡ്രോളജിയുടെ ഇറിഗേഷൻ്റെ ഇമ്പോർട്ടൻസ്, വെയിറ്റേജ് എന്താണ് ഇനിയുള്ള എക്സാമുകൾക്ക്. ഗേറ്റ് എക്സാമിൻ്റെ സിലബസ് എടുത്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. അതിന്ന് ചോദ്യം വെയിറ്റേജ് കൂടുതലാണ്. ചോദ്യങ്ങൾ ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ച് വരുന്നുണ്ട്. കൂടുതൽ തിയറിറ്റിക്കൽ കൺസെപ്റ്റും ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരള PSC എടുത്താലും കേരള PSC ഇപ്പം കഴിഞ്ഞ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാമിൻ്റെ ചോദ്യം എടുത്ത് നോക്കിയാലും വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനിയുള്ള എക്സാമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്. ഇനി നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ നിങ്ങൾക്ക് QSV എന്ന് പറയുന്ന സബ്ജക്റ്റ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ എന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നോർമലി നമുക്കിപ്പം വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ലോണൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്, പലയിടത്തു നിന്ന് അപ്രൂവൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് റഫായിട്ടൊരു എസ്റ്റിമേറ്റ് ആദ്യം തന്നെ തയ്യാറാക്കണം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളും നമുക്ക് എസ്റ്റിമേഷൻ തയ്യാറാക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറും മെത്തേഡ്സുമാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സിന് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ കൂടാതെ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് വാല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂഷൻ എന്തൊക്കെ ടെക്നിക്സ് വെച്ച് ചെയ്യാം, എസ്റ്റിമേറ്റുകൾ എന്തൊക്കെ ടൈപ്പ് എസ്റ്റിമേറ്റ് ഉണ്ട്, അതായത് ഓരോ പ്രോജക്റ്റിൻ്റെയും വർക്ക് വോളിയം അനുസരിച്ച് പലതരത്തിലുള്ള എസ്റ്റിമേറ്റുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട രീതിയും എങ്ങനെ നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ഓരോ റേറ്റുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അനാലിസിസ് ഓഫ് റേറ്റ്സ് എന്നുള്ള കുറേ ടോപ്പിക്സുകൾ നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ എസ്റ്റിമേറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റെഫറൻസ് ബുക്കായിട്ട് QSVയുടെ എടുക്കുന്നത് ദത്തയുടെ ടെക്സ്റ്റ് ബുക്കാണ്. മോസ്റ്റ്ലി എല്ലാവരും റെഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പം പൊതുവേ വെയിറ്റേജ് കുറവാണ്. ഗേഡിനാണെങ്കിൽ വെയിറ്റേജ് കുറവാണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മറ്റുള്ള ടെക്നിക്കൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്. ഇനി അടുത്തൊരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് QSV പോലെ തന്നെ പ്രാക്ടിക്കൽ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസാണ് പ്ലാനിങ്ങും മാനേജ്മെൻറ്റും എന്നത്. അപ്പോൾ എന്ത് കാര്യവും നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് മാത്രമേ അത് കറക്റ്റ് ടൈമിൽ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ് ആയിരിക്കണം. ആ വർക്ക് പ്രോസസ്സിൻ്റെ ഷെഡ്യൂളിങ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ ആണെങ്കിൽ മാത്രമേ കറക്റ്റ് ടൈമിനുള്ളിൽ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ആ പ്രോജക്റ്റിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് പ്രൊസീജിയേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഓരോ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പരിചയപ്പെടുത്തുന്ന സബ്ജക്റ്റാണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ കാരണം. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മാന്, മെറ്റീരിയലും മണി എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ആക്ടിവിറ്റീസും പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും മാനേജ്മെൻറ്റും എല്ലാ ആക്ടിവിറ്റീസും എല്ലാം കൂടെ ചേർന്നാലാണ് അതിനെ നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലീസ്റ്റ് പോസിബിൾ ടൈമിൽ നിന്നുകൊണ്ട് ഈ റിസോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി തീർക്കുക, വിത്തിൻ ബഡ്ജറ്റ് വിത്തിൻ ടൈമിൽ കംപ്ലീറ്റ് ആക്കി തീർക്കുക. എങ്ങനെ നമുക്കത് മാനേജ് ചെയ്ത് കറക്റ്റായിട്ട് തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. ഇനി ഈ ഒരു സബ്ജക്റ്റിൻ്റെ റെഫറൻസ് ബുക്ക് പുന്മിയുടെ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ വിത്ത് പെർട്ടൻ CPM എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാവുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ സിവിലിൻ്റെ കുറേ കോഴ്സ് സബ്ജക്റ്റുകളും പല ബ്രാഞ്ചായിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മളിനി പറഞ്ഞു. അനാലിസിസും ബേസിക്കായിട്ടുള്ള സബ്ജക്റ്റും എങ്ങനെ അനാലിസിസ് ചെയ്യാമെന്നുള്ള സബ്ജക്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള ഡിസൈൻ സബ്ജക്റ്റ് എന്ന്. അപ്പോൾ ഒരു വസ്തുത നേരത്തെ ഞാനൊരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞു, അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ഡിസൈൻ എന്നത്. അപ്പോൾ ഓരോ സ്ട്രക്ചേഴ്സും എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഓരോ സ്ട്രക്ചറും മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയറും മാറും. അപ്പം നമുക്ക് ഡിസൈൻ സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള ഒരെണ്ണമാണ് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ. അപ്പോൾ ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ട്രക്ചർ സബ്മേർജ്ഡ് ഓർ പാർഷ്യലി സബ്മേർജ്ഡ് അണ്ടർ ദ ബോഡി ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ഇൻറപ്റ്റ് ഓർ ഡിസ്റപ്റ്റ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് വാട്ടർ. അപ്പം നാച്ചുറൽ ഫ്ലോ ഓഫ് വാട്ടറിനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ആ വാട്ടർ ബോഡിക്ക് എക്രോസ് ആയിട്ട് നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്താൽ അതിനെ നമുക്ക് ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറയാം. കോമൺ എക്സാമ്പിൾ നമുക്ക് പറയാം, നമുക്കൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയൊരു വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇപ്പോൾ റിവറിന് എക്രോസ് ആയിട്ട് ഡാമോ വിയറോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ അത്തരത്തിലുള്ള സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിസൈൻ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഡിസൈൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള കാര്യവും ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ള ഒരു ഡ്രോയിങ് പാർട്ടും ഉൾപ്പെടെയാണ് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പണ്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ DHS എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഡ്രോയിങ് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് കൂടിയൊരു സബ്ജക്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്കാർക്ക് ഡ്രോയിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, കൂടുതൽ അതിൻ്റെ ഡിസൈൻ പാർട്ട് തിയററ്റിക്കൽ പാർട്ടാണ്. റിവറിൻ്റെ വാട്ടർ ലെവൽ റൈസ് ചെയ്ത് ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് ആ റിവറിൽ നിന്ന് നമ്മളെ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് പല പല ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസൈനാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അതും സിവിൽ എഞ്ചിനീയറിംഗുകാരുടെ മേഖല തന്നെയാണ്. അടുത്തതിനി നിങ്ങളുടെ സിവിലുകാരുടെ ഒരു കോർ ഡിസൈൻ സബ്ജക്റ്റിലോട്ട് പോകാം. അതായത് മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിസൈൻ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്, ഈ ഒരു സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ വീടുകളും ഫ്ലാറ്റുകളും എല്ലാം ഒക്കെ എങ്ങനെയാണ്, എന്ത് വെച്ചാണ് നിർമ്മിക്കുന്നത് നമുക്കറിയാം. കോൺക്രീറ്റ് വെച്ചിട്ടാണെന്നറിയാം. ഇനി കോൺക്രീറ്റിന് ഇപ്പം നമുക്കൊരു കോൺക്രീറ്റ് തൊട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതും അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്ട്രോങ്, ഇത്രയും കൂടെ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കുമോ? അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിനെ റീഇൻഫോഴ്സ് ചെയ്യിക്കണം. റീഇൻഫോഴ്സ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയാണ്. അപ്പം നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്, RCC ആണ് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിസൈൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ പല പല കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, അതായത് ഫൂട്ടിങ് തൊട്ട് ബീം, സ്ലാബ്, കോളം തുടങ്ങിയ സ്ട്രക്ചറൽ കമ്പോണൻസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഓരോന്നും ഡിസൈൻ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ IS സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ IS സ്റ്റാൻഡേർഡ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, IS സ്റ്റാൻഡേർഡുമായിട്ട് നമുക്കൊരു ഫെമിലിയാരിറ്റി തരികയുമാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങളുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സ്ട്രക്ചറിനെ ഷോ ചെയ്യണം, അപ്പം ഡിസൈൻ ചെയ്ത് കാണിക്കണം. ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഈ ഒരു പോർഷനിൽ ഇത്രയും മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഈ ഒരു പോർഷനിൽ ഇത്രയും മെറ്റീരിയൽ യൂസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഷോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു കുറേ IS സ്റ്റാൻഡേർഡുകൾ, IS കോഡുകളുണ്ട്. അപ്പോൾ ഓരോ IS കോഡുകളും പല ക്രൈറ്റീരിയസ്, പല ഡയമെൻഷനുകളെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ വാല്യൂസ്, കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അവിടെ കൺസിഡർ ചെയ്യണമെന്നുള്ളത് ഈ IS സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. കൂടാതെ എങ്ങനെയാണ് ഈ ഒരു RCC എൻവയോൺമെൻറ്റുമായിട്ട് ഇഫക്റ്റിൽ വരുന്നത്, അതായത് എൻവയോൺമെൻറ്റ് ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുന്നു തുടങ്ങിയ എല്ലാ എക്സ്റ്റേണൽ ക്രൈറ്റീരിയാസും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സേഫായിട്ടും എക്കണോമിക്കലായിട്ടും എഫിഷ്യൻ്റായിട്ടും ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ എയിം എന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ഓരോ കാര്യം ഡിസൈൻ ചെയ്യാൻ പല മെത്തേഡ്സുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നു.
അപ്പോൾ ആ പർട്ടിക്കുലർ മെത്തേഡ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ സിലബസിൽ സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി RCEC പഠിക്കാനായിട്ടുള്ള റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് PC വർഗീസിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ പ്രീസ്ട്രസ്ഡ് സ്ട്രക്ചേഴ്സിൻ്റെ ആണെങ്കിൽ N കൃഷ്ണരാജുവിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് പൊതുവെ ഫോളോ അപ്പ് ചെയ്യുന്നത്. കൂടാതെ പിള്ളയാൻ മേനോൻ്റെ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകളും അവൈലബിൾ ആണ്. ഒരു ടെക്സ്റ്റ് ബുക്കെങ്കിലും നമുക്ക് റെഫറൻസിനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ റെയിൻഫോഴ്സ്ഡ് അതായത് ഈ ഡിസൈൻ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ടെക്നിക്കൽ എക്സാമുകൾക്കുള്ള ഇമ്പോർട്ടൻസ്, ഗേറ്റ് എക്സാം എടുക്കുകയാണെങ്കിലും ഗേറ്റ് എക്സാമിൻ്റെ സിലബസിൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന സബ്ജക്റ്റ് ഉണ്ട്. എന്നാൽ വെയിറ്റേജ് കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലെങ്തി ആയിട്ടുള്ള ഡിസൈൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പം അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ പാർട്സിൽ എളുപ്പകരമായിട്ടുള്ള, അതായത് ലെങ്തി അല്ലാത്തതായിട്ടുള്ള പോർഷൻസ് സെലക്ട് ചെയ്ത് വേണം ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ RCEC പഠിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേരള PSC എക്സാം എടുത്താൽ ഈ RCEC എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ഒട്ടനവധി ചോദ്യങ്ങൾ, അതായത് തിയററ്റിക്കൽ പാർട്ടിൽ നിന്നും ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ ടെക്നിക്കൽ എക്സാം കേരള PSC എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഈ IS കോഡ് പ്രൊവിഷൻ, IS കോഡിലുള്ള ഓരോ വാല്യൂസും അല്ലെങ്കിൽ ഓരോ IS കോഡും ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ തിയററ്റിക്കൽ കുറേ ടേംസും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു റെഫറൻസ് ബുക്ക് നമ്മൾ എടുക്കണമെന്ന് ആ റെഫറൻസ് ബുക്ക് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് പോയാൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ എക്സാം നമുക്ക് എളുപ്പമായിട്ട്, അതായത് ഈ ഒരു പാർട്ടിയിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, നമ്മൾ കോൺക്രീറ്റ് വെച്ച് മാത്രമല്ല ഒരു സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലായും കണ്ടുവരുന്നത് സ്റ്റീല് വെച്ചിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ബ്രിഡ്ജ്, ട്രാൻസ്മിഷൻ ടവേഴ്സ് അല്ലെങ്കിൽ ചെറിയ ബിൽഡിങ്സ്, അത്തരത്തിലുള്ള സ്റ്റീൽ സ്ട്രക്ചേഴ്സാണ് അടുത്തത്. അപ്പം ആ സ്റ്റീൽ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുമ്പം ഞാൻ ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത പോലെ ചെയ്താൽ പോരാ. സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയലിനെ അടിസ്ഥാനമാക്കി ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വേണം അതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് റെഫറൻസ് ആയിട്ട് ഡഗ്ഗലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ DSS എന്നാണ് പറയുന്നത്. ഗേറ്റ് എക്സാമിൻ്റെ സിലബസ് എടുത്താലും അതിൽ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. വെയിറ്റേജ് പക്ഷേ താരതമ്യം കുറവാണ്. ലെങ്തി ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് പഠിച്ചാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. RCEC പറഞ്ഞതുപോലെ തന്നെ കേരള PSC എക്സാമിനും ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ തിയററ്റിക്കൽ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് അനാലിസിസും ചെയ്തു, ഡിസൈനും ചെയ്തു. അപ്പോൾ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പല ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്, വിവിധ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഒരു ബ്രീഫ് ഐഡിയ ആണ് പറഞ്ഞത്. അപ്പം ഇത്തരത്തിലുള്ള, അതായത് നമ്മുടെ BTech സിലബസിൽ നമുക്ക് സെമസ്റ്റർ എക്സാം പാസ്സാകണം. കൂടാതെ BTech കഴിഞ്ഞിട്ട് ഉള്ള ടെക്നിക്കൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷന് പോകാനുള്ള ഗേറ്റ് എക്സാമിനും കൂടാതെ ജോബിൽ നമ്മൾ പ്രവേശിക്കുക അല്ലെങ്കിൽ ജോബ് റിക്രൂട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള എക്സാമുകൾക്കും ഈ സബ്ജക്റ്റുകൾ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നതും. അപ്പോൾ ആ സബ്ജക്റ്റുകൾ അതിനനുസരിച്ച് സ്ട്രാറ്റജിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയാൽ പിന്നീടുള്ള എഫേർട്ട് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിലബസ് സ്ട്രക്ചർ ചെയ്യുക. അതായത് നമുക്കൊരു സിലബസ് ഉണ്ടാക്കണം, ഓരോ സബ്ജക്റ്റും പഠിക്കാനായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സിലബസും ടൈം ടേബിളും നമുക്കുണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ടെന്ന് അറിയണം. അതിനാണ് ഈ സിലബസ് സ്ട്രക്ചർ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു സിലബസ് സ്ട്രക്ചർ ചെയ്യുക, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എക്സാമ്പിൾക്കാണെങ്കിൽ അതിൻ്റേതായ സിലബസ് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ലെക്ചർ ക്ലാസ്സും കൂടാതെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലോ റെഫറൻസ് ബുക്കോ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ടീച്ചേഴ്സിലും അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും നിങ്ങളുടെ ടീച്ചറിനും വിശ്വാസം ഉണ്ടാവുക. എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കി ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് അതിനനുസരിച്ച് ആ ഓരോ സബ്ജക്റ്റും പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയാൽ BTech എക്സാം, സെമസ്റ്റർ എക്സാം പാസ്സാവുകയും നമുക്കത് കഴിഞ്ഞിട്ടുള്ള ടെക്നിക്കൽ എക്സാം ഈസി ആയിട്ട് തരികയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞു, ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ഫെനിക്സ് അക്കാഡമി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്തരത്തിലുള്ള BTech സിവിലിൻ്റെ സബ്ജക്റ്റുകളുടെ ട്യൂഷൻ ക്ലാസ്സസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിവിലിൻ്റെ എല്ലാ സബ്ജക്റ്റുകളുടെയും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടീവ് ക്ലാസ്സസ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഫെനിക്സ് അക്കാഡമി എന്ന ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ സിവിൽ വിദ്യാർത്ഥികൾക്കും, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ബ്രീഫായിട്ടുള്ള ഐഡിയ പറഞ്ഞോളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫെനിസ് ടെക്നോസ്. കൂടാതെ വരും നോട്ടിഫിക്കേഷനായി, ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു ടോപ്പിക്കിലൂടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു.